ഡെസ്ക് ക്ലീൻ ആക്കിയാലോ. അപ്പോൾ അതിന് തന്നെ ഞാനിപ്പോൾ പുറത്ത് പോയപ്പോൾ ഒരു ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഒരു പെൻ ഹോൾഡറാണ്. പിന്നെ ഇതാ ഇങ്ങനെ ഒരു സ്റ്റാൻഡും ഞാൻ ഉണ്ടാക്കിയിരുന്നു. പിന്നെ ഇതാ ഇവിടെ കുറേ ബോക്സും ബുക്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ആദ്യം ഇങ്ങനെ അപ്പുറത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഹലോവീനൊക്കെ ആയില്ലേ, ഞാൻ കുറച്ച് അതിൻ്റെ തീമിൽ കുറച്ച് സ്റ്റാമ്പ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. വെറുതെ ഇരിക്കുമ്പോൾ ഉണ്ടാക്കിയതാണ്. പിന്നെ എൻ്റെ ഒരു ക്ലോക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഷെൽസാണ് കേട്ടോ, നല്ല സ്പെഷ്യൽ ഷെൽസാണ്. ഞാൻ വേളാങ്കണ്ണി ബീച്ചിൽ പോയപ്പോൾ എടുത്തതാണ് അവിടുന്ന്. നല്ല അടിപൊളി ക്ലിയർ ഷെൽസാണ്. പിന്നെ ഞാൻ അതിലത്തെ പെൻസും മാർക്കേഴ്സും ഒക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതവിടെ ഏറ്റവും അറ്റത്ത് വെച്ചു. പിന്നെ ഞാൻ ഉണ്ടാക്കിയ ഒരു ചെറിയ ബൊക്കെയാണ് കേട്ടോ ഇത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയ ഒരു സ്റ്റാൻഡാണ് കേട്ടോ, അതും അതിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ ബൊക്കയും അവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയ വാഷി ടേപ്സാണ്. അതും നമുക്കൊന്ന് നേരെയാക്കി വെച്ച് കൊടുക്കാം. പിന്നെ ഹലോവീൻ ആയില്ലേ, അപ്പോൾ നമുക്ക് നമ്മുടെ ഫിനിഷ് ചെയ്യാനുള്ള പ്രൊജക്ട്സൊക്കെ ഇതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കാം. പിന്നെ നമ്മുടെ മാർക്കേഴ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ജേർണലിംഗ് ഡയറിയും വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ ഒരു ബോക്സാണ് കേട്ടോ. ഇതിൽ ഞാൻ വെച്ചിരിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലിറ്ററിങ് പെൻസ്, സ്റ്റിക്കേഴ്സ്, സിസേഴ്സ്, പിന്നെ അതാ നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു ക്ലോക്കും ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറേ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഒരു ഭംഗിക്ക്. അപ്പോൾ അതും നമുക്ക് ആ ഒരു ബോക്സിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കൊടുത്തപ്പോൾ കുറച്ചൊന്ന് ഷേപ്പില്ലാന്ന് തോന്നി. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് റെഡിയാക്കി ഇങ്ങനെ നമ്മുടെ മാർക്കേഴ്സും പെൻസിലൊക്കെ പെൻ ഹോൾഡർ വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.